ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓളുന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. നീന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. വഴുതനങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണിയുടെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. എന്താ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു വലിയൊരു സവാള, കുറച്ച് ഒരു മുറിൻ്റെ പാക്കത്തി തേങ്ങയാണ്, കുറച്ച് മതിയാവും. ഇപ്പം നമ്മുടെ സാധാ ചോറാണെങ്കിലും കൂടെ കഴിക്കാൻ വഴുതനങ്ങ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ എപ്പോഴും കഴിക്കുന്ന പോലെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് പിടിക്കും. വഴുതനങ്ങ എന്ന് വെച്ചാൽ അത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെ മാറ്റിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വഴുതനങ്ങ വെറുക്കില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാവും അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തത്, ഒന്ന് വഴണ്ടി വന്നാൽ മാത്രം മതിയാവും കേട്ടോ. എല്ലാം അതിനാണ് ഇങ്ങനെ വഴറ്റിയിട്ട് അരയ്ക്കുമ്പോൾ അതിനൊരു ഭയങ്കര ടേസ്റ്റാണ് കറി. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഭയങ്കര എരിയുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ പച്ചമുളക് പൊക്കോട്ടെ. ഇതൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇതൊന്ന് ആറിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ലേശം മല്ലിയില ഞാൻ പറയാൻ മറന്നുപോയി, അതോടെ ഇട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് വഴുതനങ്ങ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വൃത്തിയായി കഴുകി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങ എടുത്ത് ഇങ്ങനെ 2 കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 3 വലുതാണെങ്കിൽ 4 അല്ലെങ്കിൽ 3 ആക്കിയാൽ മതിയാവും. എന്നിട്ട് അതിന് കുറുകെ ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ ആവട്ടോ, ഇത് മതി. എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ജാറെടുത്തു, അതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാം, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. 5-8 ചെറിയുള്ളി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, 2 കൊത്ത് കറിവേപ്പില, ഈ വഴുതനങ്ങ കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. ശേഷം വാളൻപുളി വെച്ച് കൊടുക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിൽ വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞെടുത്തതാണ്. കുറച്ച് മതിയാവും, ഒരുപാട് ആവാൻ പാടില്ല. എന്നാൽ ഒരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ജാറ് ലേശം കഴുകി വെച്ച വെള്ളം ഉണ്ടായിരുന്നു പറ്റി, അതുകൊണ്ട് വെള്ളമായി പറയുന്നുണ്ട്. ഇതായപ്പോൾ ഒന്ന് തിളച്ച് വഴുതനങ്ങയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങി, കറിയൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി വേവാനൊക്കെ ഉണ്ട്. ഇപ്പോൾ കറിയൊക്കെ നന്നായി കുറുകിയിട്ട് വഴുതനങ്ങയൊക്കെ നന്നായി വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇത് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ലേശം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല.